ഒന്നുമില്ലെന്ന് കരുതുന്ന നമുക്ക് എല്ലാമുണ്ടെന്ന് അറിയുന്നത് ഒന്നുമില്ലാത്തവരെ കാണുമ്പോഴാണ്. ആയുസ്സിൻ്റെ ദൈർഘ്യമല്ല, കർമ്മങ്ങളിലെ നന്മയാണ് ജീവിതത്തിൻ്റെ ധന്യത. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. ഒറ്റപ്പെടലിനെയും പോസിറ്റീവായി കാണണം. കാരണം ആദ്യം അത് നമ്മളെ തളർത്തുമെങ്കിലും പിന്നീട് ആർക്കും ഒന്നിനും കുത്തിനോവിക്കാൻ കഴിയാത്ത വിധം ശക്തരാക്കുന്നു. അന്യൻ്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചുവെച്ച് മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. ആരെയെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക. നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെയെങ്കിലും ദൈവം ഒരുക്കുമെന്ന് ഉറപ്പാണ്. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക, അവിടെ തകർന്നു പോകുന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമാകുന്നത്. ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല. ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു. ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു. ക്ഷമിക്കുന്തോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കാം, ചിലതൊക്കെ മറക്കാം, പക്ഷേ ചിലതൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നിടത്ത് നിന്ന് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നമ്മൾ നമുക്കായി ജീവിച്ചു തുടങ്ങും. കഴിഞ്ഞതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതും ഭാവിയെ ഓർത്ത് ഭയപ്പെടുന്നതും നിർത്തുക. ഇന്ന് മാത്രമാണ് നിങ്ങൾക്കാകെയുള്ളത്, അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ചിലർ വാക്കുകൾ കൊണ്ടും ചിലർ പ്രവൃത്തി കൊണ്ടും ചിലർ മൗനം കൊണ്ടും വേദനിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ വേദന നമ്മൾ അവരെ വളരെയധികം വിലമതിക്കുമ്പോൾ ആരെങ്കിലും നമ്മെ അവഗണിക്കുന്നു എന്നതാണ്. ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങൾ അകന്നു പോകുന്നു. മറ്റൊരു ലക്ഷ്യം സജ്ജീകരിക്കാനോ ഒരു പുതിയ സ്വപ്നം കാണാനോ നിങ്ങൾക്ക് പ്രായം ഒരിക്കലും തടസ്സമല്ല. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതെയാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. നമ്മുടെ മനസ്സ് വളരെ ശക്തിയുള്ളതാണ്. അതിൽ നല്ല ചിന്തകൾ നിറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം. സത്യമെന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. ആരെയും അമിതമായി ആശ്രയിക്കരുത്. കാരണം വെളിച്ചമുള്ളത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും കൂടെയുണ്ടാവൂ. ആരോടൊപ്പമാണ് ചിരിച്ചത് എന്ന് നിങ്ങൾ മറന്നേക്കാം, എന്നാൽ ആരുടെ കൂടെയാണ് നിങ്ങൾ കരഞ്ഞു എന്നത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ജീവിതത്തിൽ എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും. പക്ഷെ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. ഒരു കൊടുങ്കാറ്റ് ഒരു പ്രഭാതം മുഴുവൻ നിലനിൽക്കില്ല. പെട്ടെന്നുള്ള മഴ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാറുമില്ല. എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരും. പ്രതീക്ഷ കൈവിടരുത്. ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും. പക്ഷെ ആരും ആരെയും ഒന്നും അറിയിക്കില്ല എന്ന് മാത്രം. നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനും ആയിട്ടുള്ള കഥ മാത്രമേ അയാൾ പറയാറുള്ളൂ. പകർന്നു നൽകിയത് പകരം വയ്ക്കാനാവാത്ത സ്നേഹമാണെങ്കിൽ
പറത്തിവിട്ടാലും തിരികെ നമ്മളിലേക്ക് തന്നെ പറന്നിറങ്ങും. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്. എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസകരമാണ്. നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുന്നിലുണ്ടാകും. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്ന് വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക. ആരോടും അമിതമായ സ്നേഹമോ കരുണയോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക.